ഗൈസ്, ആ ഹോട്ടലിലേക്ക് പോകണമെങ്കിൽ എന്തായാലും നമുക്ക് ടിൻ ടവർ കറങ്ങിയേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ എന്നാൽ നമുക്ക് ടിൻ ടവർ വരെ നടക്കാം. വാക്ക് വിത്ത് മീ. അപ്പോഴേക്കും ഇവിടെ ട്രാഫിക് ബ്ലോക്ക് ആയിട്ടോ. ടിൻ ടവർ നമ്മളൊരു 5 മിനിറ്റിലെത്തും. 5 മിനിറ്റ് വേണ്ട. നമുക്ക് ശരിക്കും ഇതാണ് റോഡ് ക്രോസ് ചെയ്യാനുള്ള സാധനം. എന്തായാലും ഒന്ന് ഡ്രസ്സ് അടിച്ചേക്കാം. ആ ചേട്ടൻ ആരെയും നോക്കാതെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് കടന്നു പോയാലോ? യെസ്, നമുക്ക് കടന്നു. യെസ്, അങ്ങനെ ആ കാറാരെ നിർത്തി തന്നുകൊണ്ട് നമ്മളും കിടന്നു. ഇനിയിപ്പോൾ നമുക്ക് ക്രോസ് ചെയ്യാനൊന്നുമില്ല, നേരെ പോയാൽ മതി. ഞാനിവിടുത്തെ ബസ്സിൽ മാത്രം കയറിയിട്ടില്ല. ബസ്സിൽ കയറുന്ന ടെക്നോളജി എങ്ങനെയാണെന്ന് അറിയില്ല. നമ്മളവിടുത്തെ പോലെ അല്ല. ഞാൻ ഇങ്ങോട്ട് വന്നത്, എയർപോർട്ടിൽ നിന്ന് വന്നത് ബസ്സിലാണ്. പക്ഷെ അത് എയർപോർട്ടിൽ നിന്ന് തന്നെ ടിക്കറ്റ് എടുത്ത് വന്നേ. എനിക്ക് തോന്നുന്നു 16 റിങ്കറ്റായിരുന്നു തോന്നുന്നു ബസ്സിന്. എയർപോർട്ടിൽ നിന്ന് ബുക്കിംഗ് മീന്താങ് വരെ. ബുക്കിംഗ് മീന്താങ് വരെ വന്നില്ല. പുത്രാജയ അല്ല, എന്താ സ്ഥലത്തിൻ്റെ പേര്? പുഡു സെൻട്രൽ വരെയാണ് വന്നത്. പുഡു സെൻറ്ററിൽ നിന്ന് ഒരു 1 കിലോമീറ്റർ ഉണ്ട് ബുക്കിംഗ് മീന്താങ്ങിലേക്ക്. അടുത്താണ്. ഞാൻ പിന്നെ അവിടെ നിന്ന് ഇവിടെ ഗ്രാബാണ് യൂസ് ചെയ്യുന്നത്, നമ്മുടെ അവിടുത്തെ ഊബർ പോലെ. ഫുഡിന് ഇവിടെ ഗ്രാബാണ്. പിന്നെ ഇവിടെ ഫുഡ് പാണ്ടി ഉണ്ട് ഫുഡ് ഡെലിവറിക്ക്. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഹോട്ടലിൽ നിന്ന് ഞാൻ ഫുഡ് ഓർഡർ ചെയ്ത് കഴിച്ചായിരുന്നു. നല്ല അടിപൊളിയാണ്. അപ്പോൾ ഒന്ന് പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. കഴിച്ച് ചെറുതായിട്ട് പണി പാളി. മഴ പെയ്യുന്നുണ്ട്. ഞാൻ കുട എടുത്തില്ല. കുട ഉണ്ട്, റൂമിലുണ്ട് കുട, പക്ഷേ ഇങ്ങോട്ട് എടുത്തില്ല. കുഴപ്പമില്ല. ഈ ടിൻഡർ മൊത്തമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ എനിക്ക് സൂം ഔട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ചിലപ്പോൾ ക്ലാരിറ്റി ഒന്ന് പോകും. ഓക്കെ, ഇത് നമ്മൾ അവിടെ നിന്നാണ് വന്ന ബസ് ഇറക്കുന്ന തൊട്ട് മുമ്പിൽ നിന്ന്. മഴ നല്ല രീതിയിൽ തുടങ്ങിയിട്ടുണ്ട്. ചാറ്റൽ തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ കുറച്ച് സ്പീഡിൽ നടക്കുകയാണ്. ഇല്ലെങ്കിൽ എനിക്ക് മഴ കിട്ടും. എന്താ നോക്കണേ, ഇത്രയും വലിയ എന്താ പറയുക ലോകാത്ഭുതവും ബിൽഡിങ്ങൊക്കെയാണ്. ഇതാണ് നടന്ന് ടിൻ ടവറിലേക്ക് പോകുന്ന വഴി. അതിൻ്റെ മുമ്പിൽ ഇത് ഇത്രയും വലിയൊരു ബിൽഡിങ് പണിത് വെച്ചേക്കാം. ടിൻ ടവർ കാണുന്നുണ്ടോ? ഇതേ ആ സൈഡിൽ കാണുന്നതാണ് ടിൻ ടവർ. ഇനി നമ്മൾ ഈ ബിൽഡിങ് കഴിഞ്ഞ് അപ്പുറത്ത് കവർ ചെയ്താലേ ടിൻ ടവർ കാണാൻ പറ്റുള്ളൂ. തൊട്ടടുത്തായി. ഇവിടെ 100 മീറ്റർ ഉള്ളൂ ടിൻ ടവർ. ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിൻ ടവറിൻ്റെ താഴെ എത്തിയാൽ പിന്നെ ഒരു 100 മീറ്റർ നടക്കണം ഇത് കറങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ടിക്കറ്റ് എടുക്കുന്നതും എന്താ പറയുക, അതൊക്കെ ഒരുപാട് പേര് വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്തായാലും നമ്മൾ അങ്ങോട്ട് പോകാണല്ലോ, അപ്പോൾ അത് വിട്ടേക്കാം. അപ്പോൾ അത് നാളെ ടിക്കറ്റ് ഞാൻ ഓൾറെഡി എടുത്തു. അതായത് നമുക്ക് നിങ്ങളിവിടെ വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ നേരത്തെ ഇവിടുത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്യണം. ക്ലൂക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പുണ്ട്. ആ ആപ്പ് വഴി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം അവിടുത്തെ ടിക്കറ്റ്. അല്ലെങ്കിൽ ഇവരുടെ വെബ്സൈറ്റ് ഉണ്ട്, ടിൻ ടവറിന് അടിച്ചാൽ ഇവരുടെ വെബ്സൈറ്റ് വരും. അതിൽ കയറിയിട്ടായാലും ഇത് ചെയ്താൽ മതി, ടിക്കറ്റ് എടുത്താൽ. കാരണം നിങ്ങൾ നേരത്തെ ടിക്കറ്റ് എടുത്തില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ ആയിരിക്കും വരാം. അപ്പോൾ ഇന്ന് രാവിലെ വന്നിട്ട് നമ്മൾ ഇന്ന് വൈകുന്നേരമോ അല്ലെങ്കിൽ നാളത്തേക്കോ ടിക്കറ്റൊക്കെ ഉണ്ടാവില്ല. എൻ്റെ ഫ്രണ്ട് വന്നു എന്ന് പറഞ്ഞില്ലേ ഇവിടെ, അവൻ വന്നത് വെള്ളിയാഴ്ചയാണ്. അവൻ വെള്ളിയാഴ്ച ടിൻ ടവർ കാണാമെന്ന് പറഞ്ഞ് വന്നിട്ട് അവൻ ടിക്കറ്റ് കിട്ടിയത് ഞായറാഴ്ചത്തേക്കാണ്. ടിക്കറ്റ് കിട്ടിയത് ഞായറാഴ്ചത്തേക്കെന്നല്ല, അന്ന് ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല. പിന്നീട് അവൻ എടുത്തത് പിന്നെ ശനിയാഴ്ച ഉണ്ടായിരുന്നില്ല, പിറ്റേ ദിവസം ഉണ്ടായിരുന്നില്ല, അന്ന് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കോ അങ്ങനെ എന്തോ സ്ലോട്ട് കിട്ടി. പിന്നെ അവൻ അതെടുത്തു. ഒരാൾക്ക് 98 റിങ്കറ്റാണ്. ഇവിടെ ഡയറക്റ്റ് വന്ന് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഓൺലൈനും വലിയ റേറ്റ് വ്യത്യാസമില്ല, ഓഫറൊക്കെ ഉണ്ട് തോന്നുന്നു. ഞാൻ ക്ലൂക്കിൽ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു
ഓഫർ ഉണ്ടായിരുന്നില്ല, 2000 സംതിങ് ആണ് കാണിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ഇപ്പോൾ റോഡ് ബ്ലോക്കാണ്, നൈസായിട്ടൊന്ന് മുറിച്ചിറക്കാം. ഓക്കെ, നമ്മൾ ഏതാണ്ട് എത്താറായി. ഇവിടെ പിന്നെ നമ്മുടെ എറണാകുളത്ത് പോലെ ചെറിയ ഇരിക്കാനുള്ള സെറ്റപ്പ് പോലെ പാർക്കൊക്കെ പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ. രാത്രിയാകുമ്പോൾ ഇവിടെ ലൈറ്റൊക്കെ ഇടും. നാളെ നൈറ്റ് നമ്മളിവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയുടെ ഇത് കാണിക്കാം. ഈ മരത്തിലല്ല, ആ മരങ്ങളിലൊക്കെ ലൈറ്റ് ഉണ്ട്. അപ്പോൾ നമുക്കതിൽ പാസ് ചെയ്യാൻ നടക്കാം. പിന്നെ ഈ വലിക്കുന്നൊന്നും കഞ്ചാവല്ല കേട്ടോ, എല്ലാം സിഗരറ്റാ, പേടിക്കണ്ട. ഇവിടെ ഞാൻ കഞ്ചാവ് വരെ അധികം കണ്ടില്ല. നമുക്ക് ആക്ച്വലി നമ്മുടെ ഹോട്ടൽ വരുന്നത് ഈ KLCCയുടെ പുറകിലാണ്. ഈ KLCC നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ നോക്കുക, ഒരു വലിയൊരു ബിൽഡിങ്ങാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ബിൽഡിങ് ഫുൾ ചുറ്റണം, എന്നാലേ നമുക്ക് എന്താ പറയുക ഇതാവുള്ളൂ, ഹോട്ടലിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റുള്ളൂ. ബിൽഡിങ് ചുറ്റാൻ വേണം. പിന്നെ ഇത് ഇതുപോലത്തെ ബസ്സിലാണ് ഞാൻ വന്നത്, ബാസ് പെറേഷ്യൻ. മഴ കൂടി മക്കളെ, സോ അപ്പോൾ ഇവിടെ കയറി നിൽക്കേണ്ട വരും. കുഴപ്പമില്ല, ടിൻഡോറിൽ കയറി നിൽക്കാം, ആരോടും ചോദിക്കണ്ടല്ലോ. അപ്പോൾ ഇതാണ് സൂര്യ KLCC. ഇത് ഷോപ്പിംഗ് മാളാണോ? ഷോപ്പിംഗ് മാൾ പോലെ തോന്നുന്നു. കയറിയിട്ടില്ല കേട്ടോ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ. സൂര്യ KLCC ആൾക്കാരൊക്കെ ഇവിടെ ഇറങ്ങുന്നുണ്ട്. ടാക്സി വന്നു കഴിഞ്ഞാൽ ചെറിയ ബ്ലോക്കൊക്കെ കിട്ടും ഇവിടെ. ഇപ്പോൾ വന്നാലും ഇവിടെ ടാക്സിയുടെ ബ്ലോക്കാണ് കാണാറ്. നിങ്ങൾക്ക് ടോപ്പ് വരെ കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ നമ്മൾ പറഞ്ഞു, ഞാൻ ഇങ്ങനത്തെ ബസ്സിലാണ് അവിടെ നിന്ന് വന്നത്. ബാസ് പെരേഴ്സൻ എഴുതിയത് 10, 8 അങ്ങനെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇവന്മാർ. അപ്പോൾ അത് നോക്കിയിട്ട് ബസ് നമ്പർ നമ്മളെ ടിക്കറ്റ് കൊടുത്തിട്ടുണ്ടോ, കൗണ്ടറും കൊടുത്തിട്ടുണ്ടോ. അങ്ങനെയാണ് ഞാൻ വന്ന് ഇതിൽ കയറിയത്. അപ്പോൾ എനിക്ക് വരുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ തിരിച്ചു പോണതിൻ്റെ വീഡിയോ എടുക്കാം. വേണ്ട, ഞാൻ അടുത്ത ദിവസം വരുന്നുണ്ട്. നമ്മളെല്ലാവരും മലേഷ്യ, മഴ കൂടി കേട്ടോ. അപ്പോൾ ഞാൻ KLCC ടവറിൽ കയറിയേക്കാം, അതിപ്പോൾ നടക്കുള്ളൂ. മഴ ചെറുതായിട്ട് കൂടി. എന്തായാലും നമ്മൾ കറങ്ങി എത്തില്ല. ഇവിടെ നിന്ന് ടിൻ ടവറിൻ്റെ ലുക്ക് കിട്ടില്ല, നമ്മൾ തൊട്ടടിയിലാണ്. ഇതാണ് ടിൻ ടവറിൻ്റെ, ടിൻ ടവർ 1ഉം 2ഉം. അതിൽ ഇതിൻ്റെ സെൻറ്ററിലാണ് ടിക്കറ്റ് എടുക്കുന്നത്. നമ്മൾ അതിലാണ് ശരിക്കും എൻട്രൻസ് കയറി വരാം. മഴ വരുമ്പോൾ ഇതൊക്കെ മഴ കൊള്ളാതെ കയറി വരുന്ന ആൾക്കാരാണ് എന്ന് തോന്നുന്നു. പിന്നെ ഇത് ടവർ 1, അത് ടവർ 2. ഇതിൻ്റെ നടുക്കത് അവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. അതിൽ ഇറങ്ങിയിട്ട് താഴത്തേക്ക് കയറിയിട്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ അതിൻ്റെ ഉള്ളിൽ കയറുന്നതും ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇവിടെ എടുത്തില്ല, പെട്ടുപോയല്ലോ. മഴയാണെങ്കിൽ കാണാൻ പറ്റുന്നുണ്ടോ? ചാറ്റിലാണ് നമ്മുടെ അവിടുത്തെ, വലിയ മഴയൊന്നുമല്ല, പക്ഷേ എന്നാലും നല്ല മഴയുണ്ട്. ഞാൻ ഇറങ്ങി നടന്ന നനയും. ഇത് വാട്ടർ ഫൗണ്ടെയിൻ. ഇതൊക്കെ നമുക്ക് നാളെ എന്താ പറയുക, എന്നാലും ഇവിടെ വരെ വന്നല്ലേ, അവിടെ നിന്നൊരു വ്യൂ കണ്ടിട്ട് പോവാം. അപ്പോൾ തമ്പനയിലായിട്ട് ഇതിടുകയും ചെയ്യാം. ഇത് എൻട്രൻസ്, ഇതിൽ കയറാം. ഇതല്ല കേട്ടോ, സോറി, ഇതവിടെ. അങ്ങനെ കൃത്യം ഇതിൻ്റെ നടുക്ക്. ഇതിൻ്റെ ഉള്ളിലും സൂപ്പർ മാർക്കറ്റും ഷോപ്പിംഗ് മാളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ്, എന്തായാലും ഉള്ളിൽ കയറാം. നല്ല തണുപ്പ്, ചൂടത്തുനിന്ന് കയറേണ്ടതെന്ന് അറിയില്ല. ഇതാണ് ഇവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കാനായിട്ട്, ടിൻ ടവറിലേക്ക് കയറാനായിട്ട് ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കണം. ടിക്കറ്റ് എടുക്കാനായിട്ട് ഇവിടെ നിന്ന് റൈറ്റ്, അല്ലട്ടോ ടിക്കറ്റ് എടുക്കാൻ ഇവിടെ നിന്ന് റൈറ്റ്. എവിടെ പോയാലും താഴെ പോവാം. താഴെ നിന്നാണ് നമ്മൾ പിന്നെ ബാക്കി എല്ലായിടത്തേക്കും പോകാം. ഇവിടെ KLCC സ്റ്റാഫിനൊക്കെ ഡയറക്റ്റ് എൻട്രി ഉണ്ട്. നമുക്ക് താഴെ പോയി ടിക്കറ്റൊക്കെ എടുത്തിട്ട് വേണം കയറാൻ വേണ്ടിയിട്ട്. ഇതിലെ
ഇതിൽ താഴത്തേക്ക് ഇറങ്ങിയാൽ ടിക്കറ്റ് കൗണ്ടറാണ്. താഴത്തേക്ക് ഇറങ്ങി ലെഫ്റ്റ് എടുത്താൽ അവിടെ തന്നെ ടിക്കറ്റ് കൗണ്ടറാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച ഡേറ്റിലോ ടൈമിലോ കാണാൻ പറ്റില്ല. അപ്പോൾ അതിന് പൈസ പോകുന്നു നോക്കണ്ട, തീണ്ടാണ്ട് ഉള്ളിൽ കയറി കാണണം എന്നുള്ളവർക്ക് എന്തായാലും പൈസ മുടക്കി മലേഷ്യ വരെ വരാം. അപ്പോൾ 100 റിങ്കറ്റിന് ടിൻ ടവർ ഉള്ളിൽ കാണാം. മറ്റേ സ്കൈ ബ്രിഡ്ജ് ഉണ്ട്, സ്കൈ ബ്രിഡ്ജിൽ കയറാം. ഞങ്ങൾ എന്താ പറയുക, മറ്റേ സ്ഥലം ഉണ്ടല്ലോ ലങ്കാവി പോകുന്നുണ്ട് ഞങ്ങൾ. അപ്പോൾ അവിടുത്തെ സ്കൈ ബ്രിഡ്ജ് ഞങ്ങൾ എന്തായാലും കയറുന്നുണ്ട്. എന്നാലും ഇവിടെയും കയറാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇവിടെ വരെ എഴുന്നേലെന്ന് ഓർത്തിട്ട്. ഇതാണ് എല്ലാവരും ഫോട്ടോ ഇടുന്ന ആ വ്യൂ. മഴ മാറിയോ? മഴ മാറിയെന്ന് തോന്നണം. അപ്പോൾ നൈസായിട്ട് ഇറങ്ങാം. അപ്പോൾ ഇനി അടുത്ത ദിവസം വന്നിട്ട് ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാം. ഈ റിപ്പീറ്റേഷൻ വരുമല്ലോ, അതാണ് ഞാൻ ഇങ്ങോട്ട് കയറാഞ്ഞ്. എന്നാലും കുഴപ്പമില്ല. അയ്യോ, പിന്നെയും മഴ തുടങ്ങി. കുഴപ്പമില്ല, ഈ ഒരു ചാറ്റിൽ കൊണ്ടു നടക്കാം. നമ്മൾ മലയാളികളായിട്ട് മഴ കൊണ്ടില്ലെങ്കിൽ പിന്നെ എന്താ ഇതിനൊരു ത്രില്ല്. ഈ കൂട്ടാറായിട്ടില്ല, കുറച്ചും കൂടി ബാക്കിലേക്ക് പോകാം. ഇവിടെ ഇന്ന് സെൽഫി എടുക്കുകയാണെങ്കിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് വ്യൂ കിട്ടും. പക്ഷേ ഈ ഒരു ഫൗണ്ടൈൻ്റെ ഇവിടെ കയറിയിട്ട് ആ ഒരു കോർണറിൽ പോകണം. ആ ഒരു കോർണറിൽ പോയി കഴിഞ്ഞാൽ ഫോട്ടോ കിട്ടും. പിന്നെ ഈ ആൾക്കാർ എന്താ പറയുക, നൈറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ആൾക്കാരുണ്ട്. അവരിവിടെ നിന്നിട്ടല്ല ഫോട്ടോ എടുക്കുന്നത്. അവർ ആ റോഡിൻ്റെ നടുക്ക് നിർത്തിയിട്ടാണ് അവർ ഫോട്ടോ എടുക്കുന്നത്. അവർ നല്ല നൈസ് ഫോട്ടോ എടുത്ത് തരും. എൻ്റെ ഫ്രണ്ടൊക്കെ വന്നിട്ട് നല്ല അടിപൊളി പിക്ക് എടുത്ത് കൊടുത്തു വരും. ഇവിടെ നിന്നാലും ടിൻ ടവർ കിട്ടും. നാളെ നമ്മൾ ഇവിടെയും പുറത്തും നിന്നിട്ട് ഫോട്ടോ എടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ഇത് കിട്ടും. പിന്നെ അതുപോലെ തന്നെ വരുമ്പോൾ നല്ല എന്താ പറയുക, ഇറ്റിനറി, അതായത് നിങ്ങൾ വരുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തിട്ട് വരാം. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വന്നിട്ട് ടിൻ ടവർ താഴേന്ന് കണ്ട് പോകേണ്ടി വരും. പുള്ളിക്ക് കയറി കാണാനായിട്ടുള്ള ഒരു ഇതിൽ വേണം വരാൻ. നമ്മുടെ ഫ്രണ്ട് അവൻ ലോകം മൊത്തം കറങ്ങി നടക്കുന്നവനാണ്. അപ്പോൾ അവനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്, എടാ നീ വന്ന സ്ഥിതിക്ക് എന്തായാലും ലങ്കാവി പോകും, ലങ്കാവി നൈസാന്ന് പറയും. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ലങ്കാവി നൈസാണ്. അപ്പോൾ ലങ്കാവിയിലൊന്ന് പോകാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ ഒരു വ്യൂ ആണ്. ഇവിടെ നിന്നിട്ട് ആൾക്കാർ ഈ താഴത്തുനിന്ന് എടുക്കുന്ന ഫോട്ടോ. ഇവിടെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട്. അവർ ഫോട്ടോ എടുത്തോട്ടെ, നാളെ നമുക്ക് വന്നിട്ട് ഫാമിലി ആയിട്ട് എടുക്കാം. ഇപ്പോൾ ഇവിടെ നല്ല ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് പതുക്കെ നീങ്ങാം. ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റും. അപ്പോൾ ഇതിലാണ് എക്സിറ്റ്. നമുക്ക് ഇറങ്ങാം. ഇതൊരു കറക്കമാണ്. ഞാനൊരു ഫോട്ടോയുടെ ഇടയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് ഇനി ഇവിടെ നിന്ന് ഇറങ്ങി റൈറ്റ് എടുത്ത് ഈ ഒരു എന്താ പറയുക ടിൻ ടവർ മൊത്തം ഇനി കറങ്ങണം. പുറത്തേക്കൂടെ, ഉള്ളിൽ കൂടെ അല്ല, പുറത്തേക്കൂടെ. ഇവിടെ ഗേറ്റ് അടച്ചിട്ടേക്കണം, തുറന്നിട്ടേക്കണം. അത് അടച്ചിട്ടേക്കാം. അപ്പോൾ ഒന്നുകൂടി കറങ്ങണം. ഇവിടെ പിന്നെ നല്ല വെയിലുള്ളപ്പോൾ ഈ ഒരു ഏരിയയിലിരിക്കാൻ നല്ല സുഖമുണ്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഉച്ചയായിരുന്നു. ഉച്ചയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മണി സമയമായപ്പോൾ ഞാൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അത് നേരത്തെ ഞാൻ അന്ന് വന്നിട്ട്, അതായത് എനിക്ക് തോന്നുന്നു ഞാനൊരു 5 ദിവസം മുമ്പായിരിക്കും വന്നത്. ജൂൺ 7-ാം തീയതി ഞാൻ ടിക്കറ്റ് എടുത്തിട്ട് ഫുള്ളായിരുന്നു. എനിക്ക് തോന്നുന്നു 10 മണിയും പിന്നെ എത്രയോ വൈകുന്നേരം 4 മണി, ആ 2 സ്ലോട്ട് മാത്രമേ ഫ്രീ ഉണ്ടായിരുന്നു. സാറ്റർഡേ സൺഡേക്കാണ് നിങ്ങൾ വരുന്നതെങ്കിൽ പ്രത്യേകം നോക്കിയോ, നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്യണം. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ വേറെ എല്ലാം നോർമൽ, വേറെ സീനൊന്നുമില്ല. പിന്നെ ഇവിടെ വന്നാൽ കാണാനായിട്ട് ആകെ ഈ ടിൻ ടവറും ഇതുള്ളൂ. പിന്നെ പവലിയനിൽ പോയിട്ട് ആ വാട്ടർ ഫൗണ്ടൈൻ്റെ ഫ്രണ്ടിലിരുന്ന് എന്താ പറയുക ടിക്കറ്റ് എടുക്കാം, അതുള്ളൂ. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലെയുള്ള ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. ഇവർ നല്ല അടിപൊളിയായിട്ട് ഫോട്ടോ എടുത്ത് തരും. ഇതിൽ നടക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഒരു 100 പേരെ കാണാം. അതുപോലെ തന്നെ രാത്രിയായി കഴിഞ്ഞാൽ, രാത്രിയല്ല, ഇവിടെ എനിക്ക് തോന്നുന്നു ഒരു വൈകുന്നേരങ്ങളിലാണ് എല്ലാ പരിപാടികളും. ഒരു 5 മണിയൊക്കെ ആയി കഴിയുമ്പോൾ ഇവിടെ മൊത്തം കടകളായിരിക്കും. ഈ കൂൾ ഡ്രിങ്ക്സ്, ഇവിടെ മറ്റേ കടകളല്ല കേട്ടോ, വിൽക്കുന്ന കടകളൊന്നുമല്ല, മൊത്തം കൂൾ ഡ്രിങ്ക്സ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇപ്പം അധികം ഫോട്ടോഗ്രാഫേഴ്സിനെ ഞാൻ കാണുന്നില്ല. അല്ലെങ്കിൽ ഈ ഒരു വഴി നിങ്ങൾക്ക് നടക്കാൻ പറ്റില്ല.
എല്ലാവരും അതെ അതെ കുട കൊടുക്കുന്ന എല്ലാവരും ഫോട്ടോഗ്രാഫേഴ്സാണ്. ഇത് പബ്ലിക് ബാങ്കിൻ്റെ ബിൽഡിംഗ്. ആ ബിൽഡിങ്ങിൻ്റെ പേര് കണ്ടില്ലേ, BSN ട്വിൻ ടവർ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഫോട്ടോ എടുത്തായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഫ്രണ്ട് വന്നിരുന്നു. അപ്പോൾ അവൻ ഇതാവാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ബസ്സുകാരൻ നൈസായിട്ട് പെട്ടു. ഡോറ് തുറന്നപ്പോൾ ഇതിൻ്റെ ഇടയിൽ വന്നു പെട്ടു. ഈ ഒരു ഏരിയയിൽ നിന്നിട്ടാണ് ഫോട്ടോ എടുത്തത്. ഇവിടെ ഫോട്ടോഗ്രാഫേഴ്സ് ഫോട്ടോ ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുക. ഇമാര് ലൈറ്റും ഇതൊക്കെ വെച്ച് ഫോട്ടോ എടുക്കും നൈസായിട്ട്. ഞാൻ എന്നിട്ട് ഇൻഡോർ നോക്കിയതാണ്. അതാണ് ഫോക്കസ് മാറിപ്പോയിട്ട് കണ്ട. ഈ ഒരു ഏരിയയിൽ നിന്നിട്ടാണ് ആരാ ഫോട്ടോ എടുക്കുക. കുറച്ചുകൂടി നീങ്ങിയിട്ടേ ഈ ഒരു പൊസിഷനിലാണ്. ഈ വണ്ടിയല്ല കേട്ടോ, ഇത് ആ ഒരു ട്രാഫിക് സിഗ്നൽ ആ ഒരു ഏരിയയിൽ നിന്നാണ് അവർ ഫോട്ടോ എടുക്കുക. അല്ല, കിഡ് ഫോട്ടോ എടുക്കും. ഇവിടെ നിന്ന് നല്ല ഇതിൽ ഫോട്ടോ എടുക്കാം. ഹിന്ദിക്കാരുണ്ടോ അവരുടെ ഉണ്ട്. ഫോട്ടോഷൂട്ട് ഇറക്കണം ചേച്ചിയുടെ. ഇവിടെ ഒരു ഫാമിലി ഫോട്ടോ എടുക്കണം. അതിൻ്റെ ഫോട്ടോ ഇത് ചൈനീസോ, ഇത് ചൈനീസ് അല്ല, ഇത് മലേഷ്യക്കാരാണ്. ഇവിടെ ചൈനക്കാരെ പോലെ തന്നെയാണ് മലേഷ്യക്കാരിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ കയറിയ ഷോപ്പിൽ അങ്ങനെയായിരുന്നു. അതായത് മിക്സി ഉണ്ട് ഇവിടെ. അത് കണ്ടോ നിങ്ങൾ? ഇതവിടെ ഓപ്പോസിറ്റ് റോഡ് മുറിച്ചെടുക്കേണ്ട കാര്യം ഓർത്തിട്ടാണ്. റോഡ് നമുക്ക് എന്തായാലും മുറിച്ചെടുക്കണം. നമ്മൾ കഴിക്കാൻ പോകുന്ന ഹോട്ടൽ ഹബീബി സുറിയ. അത് ഇത് റൗണ്ട് ചുറ്റിയിട്ട് കുറച്ചും കൂടി ലെഫ്റ്റിലേക്ക് എവിടേക്ക് പോകണം. എനിക്ക് തോന്നുന്നു അതിൻ്റെ അടുത്തുനിന്ന് മെട്രോ ആകുന്നതുകൊണ്ട് നമുക്ക് തിരിച്ചു പോകുമ്പോൾ മെട്രോ ഒക്കെ പിടിച്ചു പോകാം. ഫുഡ് കഴിച്ചിട്ട് ഇത്ര നേരം നടക്കാൻ പറ്റില്ല. എല്ലാവരും ഏരിയയിൽ നിന്നും വ്യൂ ഇത്. ഔട്ടർ സൈഡിൽ നിന്ന് നമുക്ക് വ്യൂ കിട്ടുള്ളൂ. ഉള്ളിൽ ചെന്ന് അത്ര വ്യൂ കിട്ടില്ല. ഇവിടെയൊക്കെ ഫോട്ടോഗ്രാഫർമാരാണ്. ഓ, ഇതിൽ എക്സിറ്റ് ഉണ്ടായിരുന്നല്ലേ. പക്ഷേ നമ്മൾ വെറുതെ ചുറ്റി. തിരിച്ചു വരുമ്പോൾ നടക്കുകയാണെങ്കിൽ ഞാൻ അതിലേ എടുത്തോളാം. ഓ, നമ്മളൊരു 150 മീറ്റർ വെറുതെ നടന്നിരിക്കുകയാണ്. ഇവിടുത്തെ ബസ് സ്റ്റോപ്പാണ് അത്. കൊള്ളാലോ. പെട്രോൺസ് ഡിസ്കവറി സെൻറ്റർ KLCC സുഖം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് റെസ്റ്റിംഗ് സെൻറ്റർ വെച്ചിട്ടുണ്ട്. ശരി ഗൈസ്, അപ്പോൾ ഞാനൊന്നും കൂടി റൂട്ട് മാപ്പ് നോക്കട്ടെ, എന്നിട്ട് നടക്കാം. അല്ലെങ്കിൽ നമ്മൾ പിന്നെയും വെറുതെ നടക്കേണ്ടി വരും. ഒരു കാക്കത്തൂറിയോടെ ഇപ്പം മറ്റേ അപ്പുക്കുട്ടനാവേണ്ട വന്നേനെ. കാക്കത്തൂറിന്ന് അത്തുകൊന്നെ ആ സെറ്റപ്പ് ആയേനെ. ഭാഗ്യം. നിങ്ങൾ ആ സൗണ്ട് കേട്ടോ എന്നെനിക്ക് അറിയില്ല. ഞാൻ ഈ വീഡിയോ നോക്കുമ്പോൾ നോക്കട്ടെ അതിൽ തോന്നും. അപ്പോൾ ഞാനൊന്നും കൂടി ഹോട്ടൽ നോക്കിയിട്ട് യാത്ര തുടരാം. ഓക്കെ.